ഒന്നാം ലോക മഹായുദ്ധത്തിൽ തകർന്നു തരിപ്പണമായ ജർമ്മനി 20 വർഷം കൊണ്ട് പുനരവതാരമെടുത്തതും ഹിറ്റ്ലർ എന്ന സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയുടെ ചെയ്തികളുമാണ് ലോകത്തെ ദുരിതത്തിന്റെ കയത്തിലേക്ക് തള്ളിവിട്ട രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായത്. ഹിറ്റ്ലറിലൂടെ തുടങ്ങിയ രണ്ടാം ലോക മഹായുദ്ധം അമേരിക്കയുടെ ഹിരോഷിമ നാഗസാക്കി ബോംബാക്രമണത്തിലൂടെയാണ് അവസാനിക്കുന്നത്. ജപ്പാനിൽ തീമഴയായി പെയ്തിറങ്ങിയ അമേരിക്കൻ ബോംബുകളും അതിന്റെ ഭാഗമായി നടന്ന സംഭവ വികാസങ്ങളും ഈ ക്വിസ് ചോദ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണ്? രണ്ടാം ലോക മഹായുദ്ധം. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിക്കപ്പെട്ട രാജ്യം ഏതാണ്? ജപ്പാൻ. ലോകത്ത് ആദ്യമായി ആറ്റം ബോംബ് ഉപയോഗിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ. ബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ബറാക് ഒബാമ. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച സമയം ഏതാണ്? രാവിലെ 8:15. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം എന്നാണ്? 1945 ഓഗസ്റ്റ് 6. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ച സമയത്തെ ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു? ഹിരോഹിറ്റോ. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നായിരുന്നു? 1945 ഓഗസ്റ്റ് 9. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച സമയം എപ്പോഴായിരുന്നു? 11:02 AM. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്താണ്? ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ നീളം എത്രയാണ്? 3 മീറ്റർ. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരം എത്രയായിരുന്നു? 4400 കിലോഗ്രാം. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എന്തായിരുന്നു? എനോളഗെ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റിന്റെ പേര് എന്തായിരുന്നു? പോൾ ഡബ്ല്യു ടിബറ്റ്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് ഏതായിരുന്നു? ഫാറ്റ്മാൻ. ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ ഭാരം എത്രയായിരുന്നു? 4670 കിലോഗ്രാം. ഫാറ്റ്മാൻ ബോംബിന്റെ നീളം എത്രയായിരുന്നു? 3.3 മീറ്റർ. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏതായിരുന്നു? യുറേനിയം 235. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എന്തായിരുന്നു? ബോസ്കർ. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? ക്യാപ്റ്റൻ മേജർ സ്വീനി. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏതായിരുന്നു? പ്ലൂട്ടോണിയം 239. ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ ആണവായുധം പ്രയോഗിച്ചത്? പേൾ ഹാർബർ തുറമുഖം. ഹിരോഷിമയിലെ ആറ്റം ബോംബിന്റെ അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ആരായിരുന്നു? സഡാക്കോ സസാക്കി. സഡാക്കോ സസാക്കിയും ഒറിഗാമി കൊക്കും എന്തിന്റെ പ്രതീകമായി കരുതിപ്പോരുന്നു? ലോക സമാധാനത്തിന്റെ. ജപ്പാനിലെ 2 ആണവാക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി ആരായിരുന്നു? സുറ്റോമു യമഗുച്ചി.
ആണവ നിരായുധീകരണത്തിന്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിൽ രൂപപ്പെട്ട പ്രസ്ഥാനം ഏതായിരുന്നു? പക്വാഷ്. ലോകത്തിൽ ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ്? മെക്സിക്കോയിലെ മരുഭൂമിയിലെ ട്രിനിറ്റി സൈറ്റ്. ആദ്യ അണുബോംബ് പരീക്ഷണത്തിന്റെ രഹസ്യ പേര് എന്തായിരുന്നു? ട്രിനിറ്റി. അണുബോംബ് വികസിപ്പിക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതിയുടെ പേരെന്ത്? മാൻഹാട്ടൻ പ്രൊജക്ട്. ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നായിരുന്നു? 1945 ജൂലൈ 16. മാൻഹാട്ടൻ പ്രൊജക്ടിന്റെ തലവൻ ആരായിരുന്നു? റോബർട്ട് ഓപ്പൺ ഹൈമർ. ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ഓപ്പൺ ഹൈമർ. അണുബോംബിന്റെ ആദ്യ പരീക്ഷണങ്ങൾ നടന്നപ്പോൾ റോബർട്ട് ഓപ്പൺ ഹൈമറിന്റെ മനസ്സിൽ വന്ന ഭഗവത്ഗീതയിൽ നിന്നുള്ള വരികൾ ഏത്? ദിവി സൂര്യ സഹസ്രസ്യ. ഞാൻ മരണമായി കഴിഞ്ഞു, ലോകം നശിപ്പിച്ചവൻ. ആറ്റം ബോംബിന്റെ വിനാശശക്തി കണ്ടു പറഞ്ഞ ഈ ചരിത്രപ്രസിദ്ധമായ വാക്കുകൾ ആരുടേതാണ്? റോബർട്ട് ഓപ്പൺ ഹൈമർ. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേര് എന്താണ്? ഹിബാകുഷ. ഹിബാകുഷ എന്ന ജപ്പാനീസ് വാക്കിന്റെ അർത്ഥം എന്താണ്? സ്ഫോടനബാധിത ജനത എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. സഡാക്കോയും 1000 പേപ്പർ ക്രെയിനുകളും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എലിനർ കോയർ. 1000 കൊക്കും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതി ആരുടേത്? പ്രൊഫസർ എസ് ശിവദാസ്. ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ ദ്വീപ് ഏതാണ്? ഹോൻഷു ദ്വീപുകൾ. നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ ദ്വീപ് ഏതാണ്? ക്യൂഷു ദ്വീപുകൾ. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏതാണ്? ഒലിയാണ്ടർ പുഷ്പം. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1939. അറിവിന്റെ പുതിയ തലങ്ങൾ തേടുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏവർക്കും ശുഭദിനം.